ഞാന് വീട്ടില് കൂടുതൽ അലക്കാനുള്ള സമയത്ത് ഞാന് ഇവിടെയാണ് കേട്ടോ വരിക. നമ്മുടെ നാട്ടിലുള്ള കോറിയാണ്. ഇതാണ് കോറി. ഇതില് മീൻ കണ്ടില്ലേ? എവിടെ മീന് നോക്ക ഈശ്വര, ഇവിടെ നോക്ക്. എന്താ മീന്! അടിപൊളി മീനുകളാണ്. സിൽവർ ആവോലി അല്ലേ ഇത്? ആ, നോക്കാ അതിന്റെ വെള്ളത്തിന്റെ അടിയിൽ നല്ല വലിയ വലിയ മീനുണ്ട്. ഇപ്രാവശ്യം പിടിച്ചിട്ടില്ല കേട്ടോ. മീന് കണ്ടില്ലേ? ഇങ്ങനെ തന്നെ ഇനിയുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള മീനുകളുണ്ട്. വെള്ളത്തിന്റെ അടിയിലാണ്. ഇതൊക്കെ അതിന്റെ കുട്ടികളാണ്. പിന്നെ നല്ല വെള്ളം കൂടിട്ടോ ഈ മഴ ടൈമില്. ഇപ്പൊ 2-3 ദിവസമായിട്ട് നല്ല വെയിലാണ് ഞങ്ങളുടെ നാട്ടിലേക്ക്. അപ്പൊ കുറച്ച് വെള്ളം വലിവ് വന്നിട്ടുണ്ട്. ആ വശത്ത്, അതായത് ആ ഭാഗത്ത് നെറ്റ് കെട്ടിയിരിക്കണില്ലേ, അത് എന്തിനറിയോ? ഈ വെള്ളം കൂടുതൽ, മഴ പെയ്തിട്ട് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഒഴുകി പോകുമ്പോ മീനെല്ലാം അതിൽ ഒഴുകി പോകും. അതുകൊണ്ട് അവിടെ ഒരു നെറ്റ് കെട്ടി തടഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നല്ല ആഴമുണ്ട്. ഞാൻ നിൽക്കുന്ന ഭാഗം കണ്ടില്ലേ, ഒരു ചെരിവാട്ടോ. അതാ ഇവിടെ ഇല്ലേ, ഒരു ചെരിവാണ്. വീണ് കഴിഞ്ഞാ നീന്താൻ അറിയണമെങ്കിൽ രക്ഷപ്പെടാം. എനിക്ക് നീന്താനൊക്കെ അറിയാട്ടോ. ഞാന് ചെറുപ്പം തൊട്ട് നീന്തൽ പഠിച്ചു വന്നത് തന്നെയാണ്. അപ്പൊ നീന്തലൊക്കെ അറിയാം. പിന്നെ ഇതാ കണ്ടില്ലേ മീനൊക്കെ. ഇനി ഉണ്ട് കേട്ടോ നല്ല മീൻ. ആ മഴ പെയ്യുന്ന സമയത്തൊക്കെ നല്ല മീൻ ഇങ്ങനെ മോൾ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം പിടിച്ചിട്ടില്ല. ഇനി അടുത്ത വർഷം പിടിക്കും എന്നാണ് തോന്നുന്നത്. കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തില്ല എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുത്തു കേട്ടോ. അതൊക്കെ കാണണ്ടേ? ഇതാ അവരായിട്ട് ഇഷ്ടമായിട്ട് എടുത്തതാ കേട്ടോ. അവരെന്നെ പോയത്. അവരും അച്ഛനും കൂടിയിട്ടാണ് പോയത്. 3 പേരും കൂടി പോയിട്ട് എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണിക്കാ. കോങ്ങാട്ടുന്ന കേട്ടോ എടുത്തത് ഡ്രസ്സ്. കോങ്ങാട് ഇവർക്ക് ആ ഷോപ്പിൽ വെച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതില് നല്ല നല്ല ബ്രാൻഡ് തുണികൾ വന്നു കഴിഞ്ഞാൽ ഇവരുടെ വാട്സപ്പിലേക്ക് അത് കാണാം. അപ്പൊ ഇവര് അതിലേ ഫോളോ ചെയ്ത് പോണ ആൾക്കാരാണ്. അപ്പൊ ഇതൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള തുണികളാണ് കേട്ടോ. ഇത് അതായത് 2 പേരും, എന്റെ 2 മക്കളും പെട്ടെന്ന് കണ്ട ട്വിൻസാ തോന്നും. കാരണം ഒരാൾക്ക് ഡ്രസ്സ് എടുത്ത 2 പേർക്കും കറക്റ്റ് ആണ്. അപ്പൊ ഏട്ടനും അനിയനും കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിടാലോ. അതുകൊണ്ട് ഇത് രണ്ടാമത്തെ ആൾക്കാണ് എടുത്തത്. ഇതാണ് അതിന്റെ പാന്റ് കേട്ടോ. നല്ല തുണിയാട്ടോ. ഇതാണ് കേട്ടോ ഇത് രണ്ടാമത്തെ ആളുടെ. ഇതെനിക്ക് ഈ വർഷം കിട്ടിയ പാന്റ് എനിക്ക് അലക്കാൻ കുഴപ്പമില്ല കേട്ടോ. കാരണം ഞാൻ വാഷിംഗ് മെഷീൻ ആണ്. ഈ വീട്ടിലത്തെ വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ തുണി അലക്കാൻ. അപ്പൊ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നല്ല പാന്റ്. തുണി നന്നായിട്ടുണ്ട്. പിടിക്കുമ്പോ തന്നെ നല്ല തുണിയാണ്. ഇത് രണ്ടാമത്തെ ആൾക്ക് തന്നെ കേട്ടോ. ഇതാണ് അതിലേക്ക് മാച്ച് ആയിട്ടുള്ളത്. നമ്മുടെ വീട്ടിലത്തെ ജില്ലാ കളക്ടർ, അതായത് മൂത്ത മോന്, ഇത് അവനാണ് സെലക്ട് ചെയ്തത്. ഇതും കുഴപ്പമില്ല. ഇത് അവന്റെ ഷർട്ട്. ഇതിലേക്ക് മാച്ചായ ഷർട്ടാണ്. പിന്നെ ഇതെന്താ, ഒരു ബ്ലാക്ക് കളറുള്ള ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല. ഫ്രണ്ടില് 3 ആൾക്കാരുടെ ഫോട്ടോ ഉണ്ട്. ഇത് ആരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഇത് അറിയുന്നവരൊന്ന് കമന്റ് ഇടണം കേട്ടോ. ഈ ടീഷർട്ടിൽ കാണുന്ന ആൾക്കാരുടെ ഫോട്ടോ കാണില്ലേ, ഇത് ആരൊക്കെയാന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ഇടണം കേട്ടോ. അപ്പൊ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുത്തു. അപ്പൊ ഓണം എത്തി. നിങ്ങൾക്ക് എല്ലാവർക്കൊക്കെ എത്തി ഓണം എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് ഇടുക. എല്ലാ വിശേഷങ്ങളും ഒന്ന് അറിയിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.